കറ്റാർ വാഴകൾ വലുതായി. കറ്റാർ വാഴകൾ ഇലയൊക്കെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇത് ചെറുതാണ്, ചെറുത്. നീലയമരി. നീലയമരി കാണാത്തവർക്കായി നീലയമരി സ്ത്രീകളുടെ തലമുടിയിൽ വളരുന്നതിനുപയോഗിക്കുന്ന എണ്ണയിൽ കാച്ചിയെടുക്കുന്ന നീലയമരി. പുല്ലുകൾക്കിടയിൽ കൂടി ഒരു യാത്ര. നമ്മുടെ പൊന്നിപ്പശു, പൊന്നിക്കിടാവ് അങ്ങനെ നിൽക്കുന്നു. വളരെ സ്നേഹമതിയായ പൊന്നിക്കിടാവ്. മഴയൊക്കെ പെയ്തു, നമ്മുടെ കൂണുകളൊക്കെ കിളുക്കാൻ തുടങ്ങിക്കാണും. പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പേ ഒരു കൂണ്, കറി വയ്ക്കാൻ പറ്റുന്ന നല്ല ഒരു കൂണ് കാട്ടുചേമ്പുകൾ. ഇത് നമ്മുടെ സ്ഥലത്തെ നാശമാക്കുന്ന സാധനമാണ്. കുഞ്ഞിപ്പശു നിൽക്കുന്നു. കുഞ്ഞിപ്പശു തീറ്റയൊക്കെ തിന്ന് വയറ് നിറഞ്ഞ് ഈച്ചയൊക്കെ ആട്ടി നിൽക്കുകയാണ്. ക്യാമറ കണ്ടപ്പോൾ തിന്നാനാന്നോർത്ത് അവൾ മണത്ത് നോക്കുന്നു. സുന്ദരമായ കാഴ്ചകൾ. എന്ത് ഭംഗിയാണല്ലേ! ഇങ്ങനെ ചെറിയ സ്ക്രീനിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ എന്ത് ഭംഗിയാണ്. നമുക്ക് നേരിൽ കാണുമ്പോൾ, വിശാലമായി കാണുമ്പോൾ അവയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നില്ല. എന്ത് രസകരമായ പുൽമേടുകൾ! പൊന്നിപ്പശു ഈച്ചയാട്ടി പിന്നെ നിൽക്കുകയാണ്. അവൾ പിന്നെയും ക്യാമറയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. പൊന്നിയെന്ന് വിളിച്ചാൽ ചാടി നോക്കൂ അവളെ. പൊന്നി, ഇരുമ്പപ്പുളി കണ്ടോ? ഇരുമ്പപ്പുളി ഇത്തവണ കായൊക്കെ കുറവാണല്ലോ. അവിടെ ഇവിടെയൊക്കെ ഓരോന്നേ ഉള്ളൂ. ഇരുമ്പപ്പുളി പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇതാണ് നെൽക്കതിർ. കൈരളി നെൽക്കതിറാണ്. നമ്മൾ കച്ച് കൊണ്ടുവന്നപ്പോൾ ഇവിടെ പൊഴിഞ്ഞു വീണതാണ്. ജൈവ കൃഷി ചെയ്ത നെല്ലിൻ്റെ വിത്താണത്. എന്ത് സുന്ദരമായ കാഴ്ചകൾ! എന്ത് ഭംഗി നിന്നെ കാണാൻ! ആകാശക്കാഴ്ചകൾ എന്ത് ഭംഗിയാണല്ലേ! നമ്മുടെ മേഘങ്ങളെങ്ങനെ മഴമേഘങ്ങളുമായി ചേർന്നങ്ങനെ നിൽക്കുന്നു. എന്ത് സുന്ദരമായ കാഴ്ച! ഇതിനിടയിൽ കൂടി ആ സൂര്യൻ്റെ ഒരു കടന്നുവരവ്. സൂര്യപ്രകാശം ഇങ്ങനെ മിന്നി നിൽക്കുന്നു. നീല ആകാശത്തിൽ കറുത്ത മേഘങ്ങളുമായി വെളുത്ത മേഘങ്ങൾക്കിടയിൽ സൂര്യൻ ചിതറി നിൽക്കുന്നു. പേരയ്ക്കാപ്പഴമുണ്ടോ എന്നൊന്ന് നോക്കാതെ കിടക്കുന്നു. നല്ല മഞ്ഞച്ചിരു പേരയ്ക്കാപ്പഴം. ഹായ്, നല്ല മധുരമുള്ള പേരയ്ക്ക. അവരെ നമുക്കങ്ങ് പറിച്ചേക്കാം. വേറെ ഉണ്ടോയെന്ന് നോക്കാം. ചെറുതൊക്കെ ഒത്തിരി കിടപ്പുണ്ട്. മഴ ലഭിക്കാത്തത് കൊണ്ട് അവരങ്ങോട്ട് ശരിക്കും വളരുന്നില്ല. എല്ലാം വളർന്നു വരുന്നതേ ഉള്ളൂ. കിടക്കുന്ന ഒരുത്തൻ. നമുക്ക് 3 പേരയ്ക്കാപ്പഴം കിട്ടി. 3 എണ്ണം. നല്ല മധുരമുള്ളതാണെന്ന് കരുതാം. എന്ത് സുന്ദരമാണല്ലേ ഇങ്ങനെ കാണുമ്പോൾ! എവർഗ്രീൻ. ലൈഫ് ഈസ് എവർഗ്രീൻ. ഒരു കാലത്തെ രാജാവ്, മേക്കപ്പുകാരുടെ രാജാവായിരുന്നു. വിവാഹ ആഘോഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മേക്കപ്പ് നൽകിയിരുന്നു. ഓക്കെ, താങ്ക്സ്.
എല്ലാവർക്കും നന്ദി.